നമസ്കാരം. മാരക ലഹരി മരുന്നായ MDMAയുമായി തൊടുപുഴയിൽ പിടിയിലായ കോതമംഗലം സ്വദേശിനി അക്ഷയ ഷാജി ഒപ്പം പിടിയിലായ കാമുകൻ യൂനസ് റസാഖിനെ പരിചയപ്പെട്ടത് മൊബൈൽ ഫോൺ വഴി. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്താണ് റസാഖിനെ അക്ഷയ പരിചയപ്പെടുന്നത് എന്ന് അക്ഷയയുടെ ബന്ധുക്കൾ മറുനാടനോട് പറഞ്ഞു. അക്ഷയ എങ്ങനെയാണ് യൂനസിന്റെ ഒപ്പം ലഹരി മരുന്ന് വിൽപ്പനയ്ക്ക് എത്തിപ്പെട്ടത് എന്നറിയാനായി മറുനാടൻ നെല്ലിക്കുഴിയിലെ വീട്ടിലെത്തിയപ്പോഴാണ് ബന്ധുക്കൾ ഇക്കാര്യം പറഞ്ഞത്. അക്ഷയയുടെ അമ്മയും അച്ഛമ്മയുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ക്യാമറയുടെ മുന്നിൽ ഒന്നും പറയാൻ കഴിയില്ലെന്ന് അവർ പറഞ്ഞു. അതിനാൽ ക്യാമറയില്ലാതെയാണ് സംസാരിച്ചു തുടങ്ങിയത്. സാധാരണ കുടുംബത്തിൽ വളർന്ന അക്ഷയ +2 മികച്ച മാർക്ക് നേടി പാസ്സായി കോതമംഗലം മാർ അത്താനാസിയോസ് കോളേജിലാണ് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്. ആഗ്രഹിച്ച സബ്ജക്റ്റ് കിട്ടാത്തതിനാൽ സോഷ്യോളജിയാണ് എടുത്തത്. പഠനത്തിൽ മാത്രമല്ല കലാപരമായ കഴിവുകൾ കൂടിയുണ്ടായിരുന്ന കുട്ടിയായിരുന്നു അക്ഷയ. ചിത്രരചനയിലും ആലാപനത്തിലും പ്രഗത്ഭയായിരുന്നു. നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. അതിനാൽ തന്നെ കോളേജിൽ ഏവരുടെയും പ്രിയങ്കരിയായിരുന്നു. 85% മാർക്ക് വാങ്ങിയായിരുന്നു ബിരുദം പൂർത്തിയാക്കിയത്. പിന്നീട് അക്കൗണ്ടിംഗ് പഠിക്കാനായി എറണാകുളത്തെ ഒരു സ്ഥാപനത്തിൽ ചേർന്നു. ഇതിനിടയിലാണ് റസാഖുമായി ബന്ധമുണ്ടാകുന്നത്. ബന്ധം വീട്ടിലറിഞ്ഞതോടെ വലിയ പ്രശ്നമായി. ഇതര മതസ്ഥനായ ഒരാളുടെ ഒപ്പം ഒരു കാരണവശാലും വിവാഹം കഴിപ്പിച്ച് അയക്കില്ലെന്ന് പറഞ്ഞ് എന്നാൽ ഒരേ വാശിയിൽ തന്നെ അക്ഷയ നിന്നു. യൂനസ് റസാഖുമായുള്ള ബന്ധം അറിഞ്ഞ പിതാവ് അക്ഷയയുടെ മൊബൈൽ ഫോൺ തല്ലി തകർക്കുകയും ചെയ്തു. ഇരുവരും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാനായി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി സംസാരിച്ചപ്പോൾ വിവാഹം കഴിക്കാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ അക്ഷയയോട് വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞു. ഇതിനിടയിൽ ഭൂതത്താൻ കെട്ട അണക്കെട്ടിൽ ചാടി അക്ഷയ ആത്മഹത്യയ്ക്ക് ശ്രമം നടത്തി. വാരിയലൊടിഞ്ഞ നിലയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അന്ന് രക്ഷപ്പെടുത്തിയത്. ഇതോടെ യൂനസ് റസാഖിന്റെ തൊടുപുഴയിലെ വീട്ടിൽ വിവാഹകാര്യവുമായി മാതാപിതാക്കൾ പോയി. എന്നാൽ അവർ വിവാഹത്തിനെതിരായിരുന്നു. 5 നേരം നിസ്കരിക്കുന്ന കുടുംബമാണ് എന്നും അതിനാൽ അന്യമതക്കാരിയെ പെൺകുട്ടിയെ മകനുമായി വിവാഹം കഴിപ്പിക്കാൻ താല്പര്യമില്ല എന്നായിരുന്നു മറുപടി. ഇക്കാര്യം അക്ഷയയുമായി സംസാരിച്ചപ്പോൾ ഇനി ബന്ധത്തിനൊന്നും പോകില്ല എന്നായിരുന്നു മറുപടി. എന്നാൽ വീട്ടുകാരറിയാതെ ഇവർ ബന്ധം തുടർന്നു. 6 മാസത്തെ കോഴ്സ് 4 മാസമായപ്പോൾ നിർത്തി. പിന്നീട് തുണിക്കടയിൽ ജോലിക്ക് പോയി. തൊടുപുഴയിലുള്ള ടെക്സ്റ്റൈൽസ് ഷോപ്പിലാണ് ജോലി ചെയ്തിരുന്നത്. ഇവിടെ വെച്ച് ഇരുവരും തമ്മിൽ നിത്യവും കാണുന്നത് പതിവായി. വിദേശത്ത് ജോലി ശരിയാക്കാനായി പിതാവ് ശ്രമം നടത്തി. അതിനായി പണം മുടക്കി. അതിനിടയിലാണ് MDMAയുമായി അക്ഷയ പിടിയിലാവുന്നത്. MDMAയുമായി പിടിയിലാവുന്ന ദിവസം രാവിലെ 8:30 അക്ഷയ മാതാവിനെ ഫോണിൽ വിളിച്ചിരുന്നു. കടുത്ത പനി മൂലം തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാണെന്നും ആശുപത്രിയിലേക്ക് വരണമെന്നും പറഞ്ഞിരുന്നു. ആശുപത്രിയിലേക്ക് പോകാനായി മാതാവ് ഒരുങ്ങി ഇറങ്ങുന്നതിന് മുൻപ് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഒരു പോലീസുകാരിയാണ് ഫോൺ എടുത്തത്. അങ്ങനെ ഉച്ചയ്ക്ക് 1 മണിയോടെ അക്ഷയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത അറിഞ്ഞു. വേഗം തന്നെ അവർ ഇളയ മകളുമായി തൊടുപുഴയിലെത്തി. അവിടെ വെച്ച് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ചതിക്കുകയായിരുന്നു എന്നാണ് അക്ഷയ പറഞ്ഞത് എന്ന് മാതാവ് പറഞ്ഞു. മകൾ പറഞ്ഞതാകും ശരിയെന്നാണ് അവരും വിശ്വസിക്കുന്നത്. കാരണം ആശുപത്രിയിൽ നിന്നും നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചാണ് ലോഡ്ജിലേക്ക് കൊണ്ടുപോയത്. പോലീസ് പിടികൂടുമ്പോൾ മകളെയും പിടികൂടട്ടെ എന്ന് കരുതിയാവണം ഇതൊക്കെയെന്ന് മാതാപിതാക്കൾ പറയുന്നു.